ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 91:7. സങ്കീർത്തനങ്ങൾ 91:7. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്ത എന്ന് പറയുന്നത്, യുദ്ധഭീതി അടുത്തു വരുമ്പോൾ വിടുവിക്കുന്നവനായ ദൈവം. ഈ വാക്യത്തിൽ നമുക്കറിയാം, ഒരു യുദ്ധത്തിന്റെ ശ്രുതി അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ അനുഭവം അടുത്തേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഒരു വ്യക്തി ഭയന്നു എന്ന് വന്നേക്കാം. എന്നാൽ ആ യുദ്ധത്തിന്റെ ശക്തി ഒരു ദൈവഭക്തനിലേക്ക് അടുത്തു വരികയില്ല. ദൈവം ശത്രുവിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. യുദ്ധഭീതിയിൽ അടുത്തു വരുമ്പോൾ വിടുവിക്കുന്ന ദൈവം. നമുക്കറിയാം, നമ്മളുടെ ഇന്നത്തെ ലോകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, കഴിഞ്ഞ കാലത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, വളരെ യുദ്ധത്തിന്റെ ഭീതി നമ്മൾ കേട്ടിരുന്നു. ഇറാനും അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്നുള്ള യുദ്ധത്തിൽ എല്ലാവരും ഒരു യുദ്ധത്തിന്റെ ഭീതി പല രാജ്യങ്ങളും അനുഭവിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ നമുക്ക് അതിന്റെ മധ്യത്തിൽ ആ യുദ്ധഭീതി അടുത്ത് നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാക്യമാണ് ഇത്: നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാലും അത് നിന്നോട് അടുത്തു വരികയില്ല. നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്, ശത്രുവിന്റെ ശക്തി നമ്മളുടെ അടുക്കലേക്ക് വരുമ്പോൾ നമുക്ക് ഭീതി ഉണ്ടാകാം, എന്നാൽ അത് നമ്മളെ നശിപ്പിക്കുകയില്ല. അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നവനാണ് നമ്മളുടെ ദൈവം. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് ചില ശത്രുവിന്റെ ശക്തിയുടെ പ്രതികൂലം നമ്മളിലേക്ക് അടുത്തു വരുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോയേക്കാം. പക്ഷേ അതിനെയൊക്കെ ജയിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്കറിയാം, ശിംശോൻ വളരെ ശത്രുവിന്റെ ശക്തിയിൽ നിന്നും വിടുവിക്കപ്പെട്ടതാണ്. കാരണം ശിംശോന്റെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേകം അതായിരുന്നു. ശത്രുവിന്റെ ശക്തി അടുത്തു വരുമ്പോൾ ആ ദൈവശക്തിയിൽ അവൻ ആ ശത്രുവിനെ നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ അഗ്നി അവന്റെ മേൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശത്രുവിന്റെ ശക്തി അടുത്തു വരുമ്പോൾ ഭയന്നിരുന്നില്ല. ഇനി നമ്മളുടെ ജീവിതത്തിനകത്ത് പല യുദ്ധഭീതിക്ക് തുല്യമായ അനുഭവങ്ങൾ നമ്മളെ നശിപ്പിക്കുവാൻ നമ്മുടെ അടുത്തേക്ക് വന്നു എന്ന് വരാം. പക്ഷേങ്കിൽ അത് നമ്മളെ തൊടുകയില്ല. ദുഷ്ടന്റെ തീയമ്പുകൾ നമ്മളെ തൊടുകയില്ല എന്നതാണ് നമ്മളുടെ ഇന്നത്തെ സന്ദേശം. ശത്രുവിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മളെ പരീക്ഷണങ്ങളിലേക്ക് നയിക്കുന്നതാണ്. എന്നാൽ ആ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ വിജയിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ, നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ആ ശത്രുവിന്റെ ഭീതിയെയോ അല്ലെങ്കിൽ അതിന് തുല്യമായ ജീവിതത്തിന്റെ ചില പ്രതികൂലങ്ങൾ അടുക്കലേക്ക് വരുമ്പോൾ അത് നമ്മളെ തൊട്ട് നശിപ്പിക്കുകയില്ല. അത് നിന്റെ അടുക്കലേക്ക് വന്നു എന്ന് വരാം, പക്ഷേ അത് നിന്നെ തൊടുകയില്ല. അപ്പോൾ തൊടുക എന്ന് പറയുന്നത് നശിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ്. എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളിലൂടെ നീ കടന്നുപോയേക്കാം, പക്ഷെ ആ പരീക്ഷണത്തിന് നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പരീക്ഷണം എന്ന് പറയുന്ന എല്ലാവർക്കും നേരിടേണ്ട ഒരു കാര്യമായേക്കാം, പക്ഷേ ആ പരീക്ഷണങ്ങളിലൂടെ നമ്മളെ രക്ഷിക്കുന്നവനാണ്. അത് നമ്മളുടെ അടുത്ത് വരും, എന്നാൽ നമ്മളെ അത് നശിപ്പിക്കുകയില്ല. നമുക്കറിയാം, ശത്രുവിന്റെ ശക്തി അടുത്തു വന്ന പല കഥാപാത്രങ്ങളെ ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദാവീദ് എന്ന് പറയുന്നത് കാടുകളിലൂടെ നടന്നു പോകുമ്പോൾ ചില വന്യമൃഗങ്ങൾ അല്ലെങ്കിൽ സിംഹം, കരടി എന്നിവ വരുമ്പോൾ
ദാവീദിനെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ദാവീദിന്റെ മേൽ ദൈവത്തിന്റെ ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ മൃഗത്തെയൊക്കെ അവൻ അടിച്ചു കൊന്നുകളഞ്ഞു. അപ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നും വിടുവിക്കുന്നവനാണ് ദൈവം. ദാവീദിന്റെ മേലുള്ള ദൈവത്തിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ശത്രുശക്തി ഒരുപക്ഷെ അടുത്തു വന്നേക്കാം, പക്ഷെ അത് ദാവീദിനെ തൊടുകയില്ല എന്നുള്ള വിശ്വാസമായിരുന്നു. ഇന്ന് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആ ദൈവത്തിന്റെ അഭിഷേകവും നമ്മളുടെ ഇടയിലുണ്ടെങ്കിൽ, നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഒരുപക്ഷെ പ്രതികൂലത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നേക്കാം, പക്ഷെ അത് നമ്മളെ തൊടുകയില്ല എന്നാണ്. അടുക്കലേക്ക് നമ്മുടെ കടന്നു വരും, പക്ഷെ അത് നമ്മളെ തൊട്ട് നശിപ്പിക്കുകയില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഏത് മേഖലകളിലാണെങ്കിലും നമ്മുടെ അടുക്കലേക്ക് കടന്നു വന്നു എന്ന് തോന്നാം. കഴിഞ്ഞ യുദ്ധഭീതിയിൽ നമ്മൾ പാർക്കുന്നതിൻ്റെ സമീപത്തൊക്കെയും പല മിസൈലുകളും അല്ലെങ്കിൽ ബോംബ് ആക്രമണവും എല്ലാം നമ്മൾ കേട്ടിരുന്നു എന്ന് വന്നേക്കാം, പക്ഷെങ്കിൽ അത് നമ്മളെ തൊടുവാൻ സാധിച്ചില്ല. അതിൽ നിന്നൊക്കെ വിടുവിച്ച് നമുക്ക് സമാധാനം തരുന്നതാണ് നമ്മളുടെ ദൈവം. അതുകൊണ്ട് ആ ആയിരങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വരാം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എന്നാൽ അത് നിന്നെ തൊടുകയില്ല. ശത്രുവിനെ നിന്നെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. ഇന്ന് നമ്മളുടെ ഇടയിൽ നമുക്ക് പല കാര്യങ്ങളാണ് ശത്രുവിന്റെ ശക്തിയായി നമ്മളുടെ ഇടയിലേക്ക് കടന്നു പോകുന്നത്. നമ്മൾ ജീവിക്കുന്ന മേഖലയിൽ, സമൂഹത്തിൽ ചില മേഖലകളിൽ നമുക്ക് പ്രതികൂലം കടന്നു വന്നേക്കാം, പക്ഷെ അത് നമ്മളെ തൊട്ട് നശിപ്പിക്കുകയില്ല. അതേത് മേഖലയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമുക്കറിയാം, ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്ന പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. ആ ശബ്ദം നമ്മളെ വിടുവിക്കും. അത് നമ്മളെ സംരക്ഷിക്കുന്നവനായ ദൈവമാണ്. ദുഷ്ടശക്തിയിൽ നിന്ന് നമ്മളെ തൊടാതെ നമ്മളെ വീണ്ടെടുക്കുന്ന ദൈവമാണ്. നമുക്കറിയാം, വാഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചില പ്രതികൂലങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് വന്നേക്കാം. ചില അപകടങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണെന്ന് തുനിയേക്കാം, പക്ഷെങ്കിൽ പല അപകടങ്ങളിൽ നിന്നും നമ്മളെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശത്രുവിന്റെ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വരും, എന്നാൽ അതിൽ നിന്നും രക്ഷിക്കുന്നവനാണ്. ഒരു പക്ഷി എന്ന് പറയുന്നത് വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഇതൊരു ഉദാഹരണമാണ്. ആ കെണിയിൽ ഒരുപക്ഷെ കുടുങ്ങി പോയേക്കാം പക്ഷി, പക്ഷേ ആ പക്ഷിക്ക് അവിടെ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. അങ്ങനെ രക്ഷപ്പെട്ട ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ കെണിയിൽ അത് നശിച്ചില്ല. എന്നാൽ ആ കെണിയിൽ വീണ് കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ നമുക്ക് അല്ലെങ്കിൽ അത് വിചാരിക്കാതെ നശിച്ചു പോകുമെന്ന് വിചാരിച്ചേക്കാം. അത് കാണുന്നവർ അത് കെണിയിലായി, ഇനി ഇതിന് നാശമാണെന്ന് ഒരുപക്ഷെ വിചാരിച്ചേക്കാം. എന്നാൽ ആ പക്ഷി ആ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് പറന്നുപോയി കഴിയുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രതികൂലത്തിനകത്ത് വീണുവെങ്കിലും ഒരു വഴിയിൽ കൂടെ നമുക്ക് ഒരുപക്ഷെ രക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം. അതുകൊണ്ട് പക്ഷി വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് പഠിച്ചു നോക്കുമ്പോൾ പല വേട്ടക്കാരന്റെ കെണിക്ക് തുല്യമായ കാര്യങ്ങളുണ്ട്. അത് നമ്മളുടെ ജീവിതത്തിന്റെ പല മേഖലയിൽ, ഏത് മേഖലകളിലായിക്കോട്ടെ, ആ കെണിയിൽ നമ്മൾ പെട്ടുപോയെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നശിച്ചു എന്ന് നമ്മൾ തീരുമാനമെടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നാലും അതിൻ്റെ സമയത്ത് ദൈവം നമ്മളെ വിടുവിക്കുന്നവനാണ്. അതുകൊണ്ട് ആ പക്ഷി കെണിയിൽ വീണുവെങ്കിലും അതിൽ നിന്നും ഒരുപക്ഷെങ്കിൽ അത് എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് വന്നേക്കാം. അതുകൊണ്ട് നമുക്ക് ഇവിടെ കാണുന്നത് പല പ്രതികൂല കെണികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നവനാണ് നമ്മളുടെ ദൈവം എന്ന് പറയുന്നത്. നമുക്ക് ഇന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് 1000 വീഴാം, 10,000 വീഴാം, എന്നാലും അത് നിന്നോട് അടുത്ത് വരികയില്ല. അത് നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ അടുക്കലേക്ക് വരുന്ന പ്രതികൂലമാണ്. അത് എന്ത് മേഖലകളിലായിക്കോട്ടെ, പക്ഷേ അതിന് നിന്നെ തൊടാൻ കഴിയുകയില്ല.
അത് നിന്നെ നശിപ്പിച്ച് തീർത്തു എന്ന് തോന്നിയേക്കാം, പക്ഷെങ്കിൽ അത് നിന്നെ തകർക്കുകയില്ല. അതുകൊണ്ട് പ്രതികൂലത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നവനായ ദൈവമാണ്. പ്രതികൂലത്തെ മാറ്റിക്കളയുന്ന ദൈവമല്ല. ആ പ്രതികൂലത്തിന് നടുവിൽ വെച്ച് നമ്മളെ വിടുവിച്ച് ആ പക്ഷി വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തുപെടുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിന്റെ പ്രതികൂലമായ കെണികളിൽ നിന്നും നമ്മളെ വിടുവിക്കുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. അതുകൊണ്ട് ഇവിടെ കാണുന്ന സങ്കീർത്തനകാരൻ പറയുന്നത്, യുദ്ധഭീതി അടുത്തു വന്നാലും 1000-ങ്ങളും 10,000-ങ്ങളും അവിടെ ഇവിടെയായി വീണേക്കാം, എന്നാലും അതെന്നെ നശിപ്പിക്കുകയില്ല. കാരണം ഈ ദൈവം എന്ന് പറയുന്നത് സംരക്ഷിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഏത് പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നു എങ്കിലും ഈ ദൈവം നമ്മളെ രക്ഷിക്കുന്നവനാണ്. ഈ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നു എങ്കിൽ, നമ്മൾ ജീവിതത്തിന്റെ ഏതെങ്കിലും കെണിയിൽ വീണു പോകുന്നെങ്കിൽ, ആ പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ആ കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ നമ്മളെ ദൈവം രക്ഷപ്പെടുത്തും. അതുകൊണ്ട് പ്രതികൂലങ്ങൾ അടുത്തു വന്നേക്കാം, പക്ഷെ ആ പ്രതികൂലം നിന്നെ തൊട്ട് നശിപ്പിക്കുകയില്ല എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഇവിടെ നമുക്ക് തരുന്നത്. അതുകൊണ്ട് യുദ്ധത്തിന്റെ ഭീതി നമ്മൾ കഴിഞ്ഞ കാലം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് വന്നു എന്ന് നമ്മൾ ചിന്തിച്ചു, പക്ഷെങ്കിൽ അതിനെ മാറ്റി സമാധാനം തരുന്ന ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ശത്രുവിന്റെ ഭീതി നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ അത് നമ്മളെ നശിപ്പിക്കാതെ വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രതികൂലം നമ്മുടെ അടുക്കിലേക്ക് വന്നെങ്കിലും പ്രാർത്ഥനയിലൂടെ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് നമ്മൾ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു എങ്കിൽ ജീവിതത്തിന്റെ ഏത് പ്രതികൂലങ്ങൾ അടുത്തു വന്നാലും അത് നമ്മളെ തൊടുകയില്ല. അതിന്റെ മധ്യത്തിൽ ചെങ്കടലിൽ പിളർത്തി വിടുവിച്ചതുപോലെ നമ്മളെ വിടുവിക്കും എന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.